വിലക്കുറവിന്റെ പര്യായം കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. നിലവിലുള്ള ജനക്ഷേമ പ്രവർത്തനം UDF വന്നാൽ നഷ്ടമാകുമെന്ന ഭയം ജനത്തിനുണ്ടെന്ന് മട്ടന്നൂർ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി VK സനോജ്. KK ശൈലജ ചാവേറല്ല, ജനപ്രിയ നേതാവിനെ പേരാവൂരിൽ മത്സരിപ്പിക്കുന്നത് സീറ്റ് പിടിച്ചെടുക്കാൻ. പേരാവൂരിൽ വിജയം ഉറപ്പെന്നും സനോജ്. ഗ്രാമികയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ ജനസമക്ഷത്തിൽ സംസാരിക്കുകയായിരുന്നു സനോജ്. പരിപാടിയുടെ പൂർണ്ണരൂപം ബുധനാഴ്ച രാത്രി 9 മണിക്ക് ഗ്രാമിക ന്യൂസിൽ. സാമൂഹിക ക്ഷേമ പെൻഷൻ മുതൽ ഇടത് സർക്കാർ നടപ്പിലാക്കി വരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇനി UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നഷ്ടമാകുമെന്ന ഭയം ജനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് മൂന്നാമത് ഭരണം തീർച്ചയായും ജനങ്ങൾ നൽകും. ഇവിടെ നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ UDF വന്നാൽ ഇത് മുടങ്ങും എന്ന കാര്യത്തിൽ ജനങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട്. സംശയമുണ്ട്. കാരണം UDFന്റെ കാലം എന്ന് പറയുന്നത് ഇരുണ്ട കാലം. 600 രൂപ 17 മാസം കിട്ടിയിരുന്നില്ല, കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടിയിരുന്നില്ല. ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ മട്ടന്നൂരിനെ കായിക മേഖലയുടെ ഹബ്ബാക്കി മാറ്റും. നിലവിലെ സർക്കാർ പണം അനുവദിച്ച് മട്ടന്നൂരിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് താമസിച്ച് പരിശീലനവും മറ്റും നടത്താൻ വേണ്ടി ഒരു ഹോസ്റ്റൽ നിർമ്മിക്കും. പിന്നെ ഇവിടെ അന്താരാഷ്ട്ര തലത്തിലൊരു വലിയ സ്പോർട്സ് കോംപ്ലക്സ് പണം അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ വരികയാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ വലിയ സ്പോർട്സ് ഹോസ്റ്റൽ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. അതിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സ്പോർട്സുകാരുടെ യോഗം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ തലത്തിൽ ഈ മട്ടന്നൂരിനെ ഒരു സ്പോർട്സ് ഹബ്ബാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള ആലോചന മനസ്സിലുണ്ട്. തില്ലങ്കേരി ആസ്ഥാനമായി അന്താരാഷ്ട്ര യോഗ സെന്റർ ആരംഭിക്കുന്നതിനുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുവഴി കൂടുതൽ വിദേശികളെ കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് എത്തിക്കാൻ ശ്രമം നടത്തും. പിന്നെ വ്യവസായ പാർക്കിന്റെ കാര്യം പറഞ്ഞു, വിമാനത്താവളം, പിന്നെ അന്താരാഷ്ട്ര യോഗ സെന്റർ ഇവിടെ വരാൻ വേണ്ടി പോവാണ്. അതിനെ എങ്ങനെയാണ് ടൂറിസവുമായി ബന്ധപ്പെടുത്താൻ പറ്റുക? പ്രാദേശിക ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ അത്യാവശ്യം ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ സൗകര്യങ്ങൾ കുറവാണ്. ടീച്ചർ എന്ന വ്യക്തി മലയാളികൾക്കിടയിൽ ഏറെ പ്രാധാന്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ UDFന്റെ കയ്യിലുള്ള ഒരു സീറ്റ് പിടിച്ചെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ്. ടീച്ചർ ഉറപ്പായും പേരാവൂരിൽ വിജയിക്കും. ജനപ്രിയമായിട്ടുള്ള അങ്ങനെ ഭരണപരിചയമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നേതാവിനെ KPCCയുടെ പ്രസിഡന്റിനെ തോൽപ്പിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിക്കുകയാണ്. ചാവേർ എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഒരു തെറ്റായ പ്രയോഗം. കാരണം അല്ല, നമ്മളിപ്പോ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ ഏറ്റവും ശക്തനായ ഒരാൾ ഇപ്പം ബാബു എറണാകുളത്ത് അവിടെ തൃപ്പൂണിത്തറയിൽ അന്ന് M സ്വരാജ് ആയിരുന്നു അവിടെ പോയി മത്സരിച്ചത്. അപ്പോൾ പല സ്ഥലത്തും പല ആളുകളും പോയി മത്സരിക്കുകയും ആളുകൾ തോൽപ്പിക്കുകയും അല്ലെങ്കിൽ ചിലപ്പോൾ തോറ്റുപോയ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമല്ല, ഭരണത്തിന് അനുകൂല വികാരം. ചരിത്രത്തിൽ രാജ്യത്ത് ഇതാദ്യമായാണ്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് മാത്രമല്ല, ഭരണത്തിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടായിരുന്ന ഒരു കാലം രാജ്യത്ത് പറയുണ്ടായിട്ടില്ല. അതാണ് ഇത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രത്യേകത. ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ നൽകിയ പൊതിച്ചോറിന് വിലയിട്ടാൽ ഇതുവരെ നൽകിയത് 900 കോടിയോളം രൂപയുടെ ചോറാണ്. 40,000-നും 45,000-നും ഇടയിൽ പൊതിച്ചോറ് ശേഖരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ അതിൻ്റെ എല്ലാം ഒരു കണക്ക് നോക്കി. അപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് അതിനെല്ലാം നമ്മൾ സാമ്പത്തിക അടിസ്ഥാനത്തിൽ കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 900 കോടി രൂപയുടെ ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻ. അതാണ്, അതൊക്കെ ജനങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. അപ്പൊ അതിലും ചില കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ല. വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകിയത് DYFI കൊടുക്കാൻ വേണ്ടി കൂട്ടിയ നേർച്ചയാണ്. യൂത്ത് കോൺഗ്രസിനെ പോലെ പിരിച്ച പണവുമില്ല, ആപ്ലിക്കേഷനുമില്ലെന്ന അവസ്ഥയല്ല. വീടിന്റെ പിരിച്ച പൈസയുടെ കണക്ക് പറയാൻ പറ്റുന്നില്ല. പിരിച്ച ആപ്പ് കാണാതായി എന്ന് പറഞ്ഞു. ഒറ്റ വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ DYFI ആണെങ്കിൽ 100 വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം കൊടുക്കുന്നു. പിന്നെ അവർ പറയും നിങ്ങൾ CMDRF പണം കൊടുത്തിട്ടില്ല എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഞങ്ങൾ CMDRF പണം കൊടുത്തത്. അത് മുഖ്യമന്ത്രിയുമായി ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി ഞങ്ങൾ മാത്രമല്ല എല്ലാ സ്പോൺസർമാരെയും വിളിച്ചു ചേർത്തു. ഗവൺമെന്റ് പറഞ്ഞത് ഒരു വീടിന് 20 ലക്ഷം എന്ന് കണക്കാക്കിയാൽ സ്പോൺസറായി കണക്കാക്കാം എന്നാണ്. അങ്ങനെ ഞങ്ങൾ 100 വീടിൻ്റെ 20 കോടി. അപ്പോൾ ഏത് അക്കൗണ്ടിൽ കൊടുക്കണം എന്ന് ചോദിച്ചപ്പോൾ ഗവൺമെന്റ് തന്നെ ഞങ്ങളോട് പറഞ്ഞത് വയനാടിന് വേണ്ടി പ്രത്യേകം ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് കൊടുത്താൽ മതി. അതിനൊരു IAS ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഇങ്ങോട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കാണ് ഞങ്ങൾ 20 കോടി കൈമാറുന്നത്.
വിമാനത്താവള റൺവേ ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു. ആ പ്രശ്നം ഉടൻ പൂർത്തിയാക്കും. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ കൂടെ പൂർണ്ണമായും ഉണ്ടാകുമെന്നും സനോജ് പറഞ്ഞു. സ്ഥലവുമായി ബന്ധപ്പെട്ട് ഈ കീഴൂരിലെ പ്രദേശവാസികൾക്ക് ചില പരാതികളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം റൺവേ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പിന്റെ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് കിൻഫ്ര പാർക്കിന്റെ ഭൂമി വിട്ടുകൊടുത്ത ആളുകൾക്ക് പണം കുടുംബം ഒഴിവായി പോകുന്ന അല്ല, അതിലൊന്നും വേറെ ഇനി പ്രശ്നങ്ങളില്ല. സാങ്കേതികമായ ചെറിയ ചെറിയ പ്രയാസങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം പണം കിട്ടും. അച്ഛനും ഞാനും പഠിച്ച കെട്ടിടമാണ് താൻ മാനേജറായ കാലത്ത് മാറ്റിയത്. അപ്പോൾ ഒരു 6 വർഷം മുന്നെയാണ്. അപ്പം നമുക്കതിൻ്റെ ഒരു പഴയ നമ്മളും എല്ലാം പഠിച്ച സ്കൂൾ, ഇപ്പം നമ്മളും എൻ്റെ അച്ഛൻ പഠിച്ച അതേ കെട്ടിടം തന്നെയായിരുന്നു. അപ്പോൾ വളരെ നമ്മുടെ പൂർവികരായിട്ട് ആളുകൾ പഠിച്ച കെട്ടിടവും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഈ ഗവൺമെന്റിന്റെ വലിയ പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് സ്കൂളുകളൊക്കെ മാറുന്നത്. ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ ഇതിപ്പോ അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ, അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷം പൊതുവെ രൂപപ്പെട്ടിരുന്നു. അപ്പൊ സ്കൂളുകൾ മാറിയിട്ടില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല. സ്കൂളുകൾ മാറേണ്ടതാണെന്നൊരു തോന്നൽ, പൊതുബോധമുണ്ട്. അത് രാഷ്ട്രീയം കൂടിയാണ്. AI റോബോട്ടിക് ലാബ് ഉൾപ്പെടെ സ്കൂളിൽ സജ്ജീകരിച്ചതായും സനോജ് പറഞ്ഞു. ഗ്രാമികയുടെ പ്രത്യേക തിരഞ്ഞെടുപ്പ് പരിപാടിയായ ജനസമക്ഷത്തിൽ സംസാരിക്കുകയായിരുന്നു സനോജ്. ജനസമക്ഷത്തിന്റെ പൂർണ്ണരൂപം നാളെ രാത്രി ഗ്രാമികയിൽ കാണാം. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. അരുൺ എ എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു ബി എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി അതേ മാഷെ, കണാരിൽ നിന്ന്. മാഷ് കണാരിൽ നിന്ന് പടക്കം വാങ്ങി നോക്കി, അപ്പൊ മനസ്സിലാകും. വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർ വർക്ക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർ വർക്ക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.